അള്ളാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടിയാൽ ആ നിമിഷം അള്ളാഹു ഉത്തരം കൊടുക്കുന്നതാ. അള്ളാഹ് അവരെ വേണം, ആളുകൾക്ക് വേണ്ട, ആളുകൾക്ക് വേണ്ട, പക്ഷെ അള്ളാഹ് അവരെ വേണം. കാരണം എന്തെന്നറിയോ? എത്രയോ ജട പിടിച്ച മുടികളുള്ള പടിപടലങ്ങൾ പാറി കിടക്കുന്ന, അതുപോലെ അബുവാബ് കൊട്ടാരങ്ങളുടെ മുമ്പിൽ നിന്ന് ആട്ടിയകറ്റപ്പെടുന്ന, പണക്കാരുടെ വീട്ടുമുറ്റത്തുനിന്ന് ആട്ടിയകറ്റപ്പെടുന്ന, പല പള്ളി കമ്മിറ്റിയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്ന, വിവാഹ സൽക്കാരത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് പടച്ചവനോട് ദുആ ചെയ്താൽ ആ സമയം അല്ലാഹുർക്ക് ഉത്തരം കൊടുക്കുമെന്ന് ഷഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സഅദ് ബിൻ സഹൽ ബിൻ സഈദ് സാഇദി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുകയാ. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ തന്റെ സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. സഹൽ ബിൻ സഈദ് സാഇദി റളിയല്ലാഹു തആല അൻഹുവാണ് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ ഒരു നിമിഷം സഹാബത്തിന്റെ ഇടയിലൂടെ, പ്രവാചകന്റെ ഇടയിലൂടെ ഒരാളിങ്ങനെ നടന്നു പോവുകയാ. ആ സമയത്ത് നബി തങ്ങൾ അയാളെ പറ്റി ചോദിച്ചു സഹാബത്തിനോട്, സഹാബാ അയാൾ ആരാണ്? ആ സമയത്ത് സഹാബാക്കള് വാചാലരായി. അവര് പറഞ്ഞു, മിൻ അഷ്റാഫിൽ ഖൗമി നബിയെ, ആ പോകുന്നത് ഈ നാട്ടിലെ പ്രമാണിയാ, ഈ നാട്ടിലെ സമ്പന്നനാ, ഈ നാട്ടിലെ പ്രഭുവാ. ഇയാൾ എന്തെങ്കിലും എവിടെയെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ അത് കൃത്യമായ ആളുകൾ അംഗീകരിക്കൂ. ഇയാളൊരു വിവാഹാലോചന നടത്തിയാൽ പെട്ടെന്ന് തന്നെ അത് സ്വീകരിക്കപ്പെടും, ആ പ്രപ്പോസൽ ഉറപ്പിക്കപ്പെടുന്നു. ആ നിലയിലെ നാട്ടിൽ അറിയപ്പെട്ട പ്രമാണിയാണ്. അതിനുശേഷം റസൂലുള്ള മിണ്ടാതിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോ ഒരു പാവപ്പെട്ടവൻ പോയി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇദ്ദേഹത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് ആരാണ്? ആ സമയത്ത് റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട അനുചരന്മാര് ഞങ്ങളോട് പറയുന്നു, നബിയേ, മിൻ ഫുഖറാഇൽ മുസ്ലിമീൻ, ഇത് മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ഫഖീറാണ്, ദരിദ്രനാണ്. ഇൻ ഖതബ അല്ലാ യുസവ്വജ വ ഇൻ ശഫഅ അല്ലാ യുശഫഅ, ഇയാൾ കല്യാണം കഴിക്കണമെന്ന് ചിന്തിച്ചാൽ ആരും പെണ്ണു കൊടുക്കൂല. ഇയാൾ എന്തെങ്കിലും സാക്ഷി പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കൂല. ഇയാളെ ആർക്കും വേണ്ട, എടുക്കാൻ നാണയമാണ് നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇത് ബുഖാരിയിലുള്ള ഹദീസാണ്. മൂക്ക് പോട്ടുള്ള എല്ലാ മുസ്ലിം സംഘടനകളും അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ്. അസ്ഹുൽ ഖുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. അല്ലാഹുവിന്റെ കലാം ഖുർആൻ കഴിഞ്ഞാൽ അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ബുഖാരി. മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മാഈൽ റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയ ഹദീസിന്റെ സമാഹാരമാണ് ബുഖാരി. ആ ബുഖാരിയിൽ കാണാൻ കഴിയുന്ന റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പ്രഖ്യാപിച്ചത് എന്തെന്നറിയോ? വല്ലാഹി, പടച്ചവനെ തന്നെയാണ് സത്യം. ഹാദാ ഖൈറും മിൻ മിൽഇൽ അർളി മിൻ മിസ്ലി ഹാദാ. നേരത്തെ പോയ പ്രമാണിമാര്, ആ പ്രമാണിമാര് ഈ ലോകം നിറച്ചുണ്ടായാൽ പോലും, ഈ പ്രമാണിമാര് ഈ ലോകം നിറച്ചുണ്ടായാൽ പോലും ഈ നാട്ടിലും മുഴുവനും ആ പോയ പ്രമാണിമാരെ പോലെയാണ്. എന്നാ പോലും അതിനേക്കാൾ ഖൈർ ഈ പോയ ഒരു ഫക്കീറാണ് സഹാബാ. നാട്ടിലെ മുഴുവൻ പ്രമാണിമാരെക്കാൾ ഏറ്റവും സ്വീകാര്യനായത്, ഏറ്റവും ഖൈറായ മനുഷ്യനാരെന്നറിയോ? ഈ പോയ സാധുവായ ഫക്കീറായ മനുഷ്യനാണ് എന്ന് കാരുണ്യത്തിന്റെ പ്രതീകം, ലോകത്തിന്റെ നേതാവ് മരിക്കുന്ന സമയം പോൽ എന്നെ മിസ്കീനായി ജീവിപ്പിച്ച് മിസ്കീനായി മരിപ്പിച്ച് നാളെ മിസ്കീന്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്ത ലോകത്തിന്റെ നേതാവ്, സമ്പന്നന്റെയും പാവപ്പെട്ടവന്റെയും നേതാവ്, ഉടമയുടെയും അടിമയുടെയും തൊഴിലാളിയുടെയും മുതലാളിയുടെയും നേതാവ്, അചേതന സചേതന വസ്തുക്കളുടെ സൃഷ്ടിപ്പിന് കാരണഭൂതരായ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഭൂമി നിറച്ച് എഴുന്നേറ്റ് നിന്ന പിന്നെ ജനങ്ങൾ പഞ്ചപുച്ഛമുടക്കി നിൽക്കും. അങ്ങനത്തെ ആളുകൾ ഭൂമി നിറച്ചുണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഒരാളും അംഗീകരിക്കാത്ത ചില പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട്, ഫക്കീറുമാർ. അവർക്ക് ആരോടും ഒരു വൈരാഗ്യമില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഓരോ നാട്ടിലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും.
ആരോടും പ്രത്യേകമായി ഒരു സിമ്പതിയോ അല്ലെങ്കിൽ ആരോടെങ്കിലും പ്രത്യേകമായി വൈരാഗ്യമോ ഒന്നുമില്ല. അവർ എല്ലാ കടമകളും പറ്റുന്ന രീതിയിൽ കുറെ സേവനങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനത്തെയുള്ള ചില ആളുകൾ. പക്ഷെ അവർ എഴുന്നേറ്റ് നിന്നൊരു കാര്യം പറഞ്ഞ നീ എവിടെ എന്ന് പറയുന്ന ഒരു സമൂഹം, നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ. അവർക്ക് പളവളപ്പ് പോരാ. നമ്മുടെയൊക്കെ നാടുകളിലെ കല്യാണങ്ങൾ അങ്ങനെയായി വന്നുകൊണ്ടിരിക്കാൻ പണക്കാരന്മാർ മാത്രം. കാസർഗോഡ് ജില്ലയിൽ ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ അവിടുത്തെ ഒരു MLA ഉദ്ഘാടനം ചെയ്തിട്ട് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം സാധാരണ രാഷ്ട്രീയക്കാരുടെ പ്രസംഗത്തിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധേയമായി. അദ്ദേഹം പറഞ്ഞത് കാസർഗോഡ് ജില്ലയിൽ തന്നെ പെട്ട ഒരാൾ കല്യാണം വിളിച്ചു പറ്റേ. ഇത് ഞാൻ കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ കാസർഗോഡ് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് പ്രസംഗിക്കുമ്പോൾ ഈ കാര്യം ഞാൻ അവിടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കാസർഗോഡ് തന്നെയാണ്. കാസർഗോഡ് ജില്ലയിലൊരു വലിയ മുതലാളി പറഞ്ഞു അത്രേ കല്യാണത്തിന് വരണം. അദ്ദേഹം പറഞ്ഞു വരാൻ പറ്റില്ല, സഭ ഉള്ളതാണ്. നിയമസഭയിൽ ചില പരിപാടികളുണ്ട്, വരാൻ പറ്റൂല. അപ്പൊ അദ്ദേഹത്തിനാകെ സങ്കടമായി. അദ്ദേഹം പറഞ്ഞു നമുക്ക് വരാൻ പറ്റിയില്ലെങ്കിലും വിഷമമൊന്നുമില്ല, പക്ഷേ 2 ദിവസം നിങ്ങളുടെ കാറ് എന്റെ പന്തലിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരിക്കണം. MLA ബോർഡ് വെച്ച കാറ്. ചിലർക്ക് അങ്ങനെ ഒരു സുഖം. അവർ വന്നു, ഇവർ വന്നു, മന്ത്രി വന്നു, MLA വന്നു, MP വന്നു, ആ സ്പീക്കർ വന്നു, പിന്നെ അത് വന്നു, ഇത് വന്നു, സെക്രട്ടറി വന്നു എന്നൊക്കെ പറയാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോഴും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവൻ ആ നാട്ടിൽ വീടുകളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് യാചിച്ചുകൊണ്ട് കിടക്കുന്നുണ്ടാവും. എന്നെ ഇപ്പൊ പ്രസിഡന്റ് കൊണ്ടുപോയി നന്നായിട്ട് സൽക്കരിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് ഒരാൾ വീട്ടിലേക്ക് വിളിക്കാൻ ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിദ്ദുൻ. ഒരു മുസൽമാനോടുള്ള ബാധ്യത 6 ആണ്. അതിൽ 1 ക്ഷണിച്ചാൽ ഉത്തരം കൊടുക്കുക എന്ന് കരുതിയിട്ട് വന്നതിനെ പരിശോധിക്കാൻ വേണ്ടി ആരും വിളിച്ചുകളിൽ നാളെ ജുമയാണ് എന്നവനെ പരിശോധിച്ചൊക്കെ പുസ്തകം ഒന്ന് വീട്ടിൽ കയറിയിട്ട് പോയി. സമയമില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളല്ലേ ഇപ്പോൾ പ്രസംഗിച്ചു. ആദ്യം മുൻകൂർ ജാമ്യം എടുക്കാൻ ആരും വിളിച്ചില്ലേ, പരിശോധനയൊന്നും വേണ്ട. ഒരാൾ വിളിക്കാൻ വരണം, പോകണം. എത്രത്തോളം ഇന്ന് വ്യാഴാഴ്ചയായിരുന്നു. എന്നെ വിളിച്ചത് ഉച്ചക്കലത്തെ അല്ലെങ്കിൽ അസറിനൊരു ഫംഗ്ഷനാണ്. ഞാന് നോമ്പാണ്, വ്യാഴാഴ്ച സുന്നത്ത് നോമ്പാണല്ലോ. ഞാൻ അവിടെ ചെന്നു. അദ്ദേഹത്തിന് വലിയ വിഷമമായി. ഞാൻ നോമ്പായതുകൊണ്ട് ഒന്നും തരാൻ പറ്റുന്നില്ല. ഇസ്ലാമിന്റെ നിയമം ഞാൻ നോമ്പ് മുറിക്കണം. സുന്നത്ത് നോമ്പാണെങ്കിൽ എന്നിട്ട് ഭക്ഷണം കഴിക്കണം. 2 കൂലി, നോമ്പിന്റെ കൂലിയും വിശ്വാസിയുടെ ബാധ്യത നിറവേറ്റിയ കൂലി. നോമ്പ് പിടിച്ചോണ്ടിരുന്നാൽ ഒരൊറ്റ കൂലിയേ ഉള്ളൂ. ഏതാ? നോമ്പ് പിടിച്ച കൂലി. അപ്പോഴും ഒരു ചെറിയ കറ നമ്മുടെ കൽബിൽ വീഴുന്നു. അവന് വിഷമമുണ്ടായി. ഒരു സത്യവിശ്വാസിക്ക് ഹൃദയത്തിൽ വേദന ഉണ്ടാക്കി. ഇത്രത്തോളം ഇസ്ലാം വലിയ ഒരു പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആ ഒരു ബഹുസ്വരം അല്ലെങ്കിൽ അതിന്റെ ഒരു വിശാലത, വ്യാപ്തി ഇത്രയും വിശാലമാണ്. നിങ്ങൾ നോക്ക്. അപ്പോഴും ഫുഖഹാക്കൾ പറഞ്ഞത് തല നോക്കി വിളിക്കുന്ന കല്യാണങ്ങൾ, ഫംഗ്ഷനുകൾ നിങ്ങൾ പോണ്ട. വിശക്കുന്നവനെ ഒഴിവാക്കിയിട്ട് വയറ് നിറഞ്ഞവനെ മാത്രം വിളിക്കുന്ന കല്യാണങ്ങൾ, പാവപ്പെട്ടവരെ ഒഴിവാക്കി വീട് നോക്കി വിളിക്കാൻ. അവനെ വിളിച്ചിട്ട് എന്ത് ഗുണം? 100 രൂപ കൊണ്ടുവരും, വേണ്ട. അപ്പുറത്തുള്ളവന്റെ വീട്ടിൽ കയറി വിളിച്ചിട്ട് പോകും. നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വിളിക്ക് ഉത്തരം കൊടുക്കണ്ട എന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കാൻ. ചെണ്ടമേളം പോലുള്ള തോന്നിയാസങ്ങളുള്ള ഫംഗ്ഷനുകളിൽ പോകണ്ട. ഉറൂസിന് മാത്രമല്ല വീടുകളിൽ ആർഭാട കല്യാണങ്ങൾ നടത്തുമ്പോൾ മഞ്ഞ കല്യാണം എന്ന തലയ്ക്ക് സുഖമില്ലാത്ത ആളുകളുടെ കല്യാണം കാണുമ്പോ ആ കല്യാണങ്ങൾക്ക് പോകേണ്ടതില്ല. ഫുഖഹാക്കൾ പഠിപ്പിച്ചതാണ് ഇമാമുന ശാഫി തങ്ങളെ പോലെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് പാവപ്പെട്ടവനെ ഒഴിവാക്കി നിർത്തുന്ന, അരികുവൽക്കരിക്കുന്ന, പിന്നാമ്പുറത്ത് നിർത്തുന്ന, ശണ്ഡീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തപ്പെട്ടിരിക്കാൻ. ചിന്തകന്മാരൊക്കെ പാവപ്പെട്ടവരെയും പണക്കാരന്മാരെയും പരിചയപ്പെടുത്തുന്നത് പൊരിച്ച പപ്പടത്തോടും പൊരിക്കാത്ത പപ്പടത്തോടുമാണ്.
പൊരിച്ച പപ്പടം നിങ്ങൾ നോക്ക്, എന്ത് രസമാണ്, ഗോൾഡൻ കളർ, തൊട്ടാൽ ശബ്ദം അല്ലേ, എന്ത് മൊഞ്ചാതിനെ കാണാൻ. പൊരിക്കാത്ത പപ്പടം നോക്ക്, പൊടിയും പിടിച്ച് എടുത്തിട്ട് അവിടെ കിടക്കും, അവിടെ നിർത്തിട്ട് അപ്പുറത്ത് കിടക്കും. പൊടിയും പിടിച്ച് അവിടെ കിടക്കും. പൊരിക്കാത്ത പപ്പടം അങ്ങനെ, അതാണ് സാധുക്കള്, പാവങ്ങള്. പൊരിച്ച പപ്പടം നല്ല ഗോൾഡൻ കളർ, തൊട്ടാൽ പളപ്പള ശബ്ദം. പക്ഷെ നിങ്ങളൊന്നറിയണം, പൊരിക്കാത്ത പപ്പടം 2 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നെടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞാലും ഒന്നും സംഭവിക്കാനില്ല. അതങ്ങനെ ഒരു കീറൽ പോലും വരൂല, താഴെ കിടക്കും. പൊരിച്ച പപ്പടം താഴേക്ക് എറിയണ്ട, പ്ലേറ്റിൽ നിന്ന് മേശപ്പുറത്ത് വീണാൽ മതി, പൊട്ടി 3 പോകും. തകർച്ച പണക്കാർക്ക് എപ്പോഴും. സമ്പന്നനാണ് തകർച്ചയുള്ളത്. കോവിഡ് നമുക്ക് ഈ പണക്കാരന്മാരെ ചീത്ത പറയുന്നതല്ല, അവരുടെ സമ്പത്തും ഉലമാക്കളുടെ ഇൽമും അഗ്നിയാക്കളുടെ സമ്പത്തും സമ്പന്നന്മാരുടെ സമ്പത്തും പണ്ഡിതന്മാരുടെ ഇൽമും ഫുഖറാക്കളുടെ ദുആയും ഈ നീതിമാന്മാരായ ജഡ്ജിമാരുടെ വിധിയുമാണ് ലോകത്തിന്റെ നിലനിൽപ്പെന്ന് ഉലമാക്കൾ പഠിപ്പിക്കുക. ലോകത്തിന്റെ അസ്ഥിവാരം 4 എണ്ണമാണ്. അദ്ലുൽ ഹുകമാ, ഇൽമുൽ ഉലമാ, ഗിനൽ അഗ്നി, സമാഹത്തുൽ അഗ്നിയാ, ദുആഉൽ ഫുഖറാ. ഇത് 4 ഉണ്ടെങ്കിൽ ഒരു നാട് നിലനിൽക്കും. ഈ പല്ലന നിലനിൽക്കണമെങ്കിൽ 4 കാര്യം വേണം. ഇവിടെയുള്ള സമ്പന്നന്മാർ കൈ കഴിഞ്ഞ് സഹായിക്കണം. ഇവിടുത്തെ ആലിമീങ്ങള് ഇൽമു പറഞ്ഞു കൊടുക്കണം. ഇവിടുത്തെ ഇവിടുത്തെ കാര്യ തീരുമാനമെടുക്കുന്ന ആളുകൾ നീതിയോടുകൂടിയിട്ട് നിൽക്കണം. പിന്നെയോ ഇവിടുത്തെ ഒന്നുമില്ലാത്ത സാധുക്കൾ നന്നായിട്ട് ദ്വാരക്കണം. അങ്ങനെയാണ് ഈ പല്ലനയുടെ നിലനിൽപ്പ്. ഒരു ലോകത്തിന്റെ നിലനിൽപ്പ് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് സമ്പന്നന്മാർ ആക്ഷേപിക്കുന്നതല്ല. തകർച്ച എപ്പോഴും സമ്പന്നന്മാർക്കാണ്. കോവിഡ് സാക്ഷിയാണ്. ആർക്കായിരുന്നു വിഷമം? കോടീശ്വരന്മാര്, കോടാനകോടി കോടീശ്വരന്മാര് ഒരു ചായക്ക് വേണ്ടി ഓടുക. ATM കാർഡിനകത്ത് കോടിക്കണക്കിന് രൂപ, ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപ, ഇഷ്ടം പോലെ ഭൂസ്വത്ത് എല്ലാം ഉണ്ട്, കഴിക്കാനൊന്നുമില്ല. ATM-ൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. ATM കൗണ്ടർ വേണ്ട, എല്ലാം വെള്ളത്തിനടിയിലാണ്. പിന്നെ എവിടെ ഇട്ട് കുത്താനാ? അപ്പോഴോ പണക്കാരാകെ സങ്കടപ്പെട്ടു. പാവപ്പെട്ടവനോ അവരെന്ത് പ്രശ്നം? കോവിഡ് വന്നാലെന്ത് വന്നില്ലെങ്കിലെന്ത്, എല്ലാം നമുക്കൊരുപോലെയാ. ഭക്ഷണം ഇല്ല, പട്ടിണിയല്ലേ, ആരെങ്കിലും തരും തിന്നും. അത് തന്നെയായിരുന്നു പാവങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദുനിയാവ് വേണ്ട എന്ന് വെച്ച പൊടിപടലങ്ങളെ പിടിച്ച് മുടിയും ജട പിടിച്ച് പാറിപ്പറന്ന് നടക്കുന്ന ചില ആളുകളുണ്ട്. അവരല്ലാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കൊടുക്കുകയാ. അങ്ങനത്തെ ഒരാളെ കാണിച്ചിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നേരത്തെ പോയ പ്രമാണിയുണ്ടല്ലോ, പ്രഭുവുണ്ടല്ലോ, സമ്പന്നനുണ്ടല്ലോ, ആളുകൾ അവരെ പോലുള്ള ആളുകൾ ഭൂമി ലോകത്ത് നിറയെ ഉള്ളതിനേക്കാൾ ഖൈർ ഈ പോയ ഫഖീറാ. ഹാദാ ഖൈറും മിൻ മിൽഇൽ അർളി മിൻ മിസ്ലി ഹാദാ. ഇദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ നേരത്തെ പോയ ആളുകൾ കൂടുതലുള്ളതിനേക്കാൾ ഖൈറാണ് എന്ന് പഠിപ്പിക്കുമ്പോ സുഹുദിന്റെ മറ്റൊരു ഭാഷ, അല്ലെങ്കിൽ സുഹുദിന്റെ മറ്റൊരു ലോകത്തേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാ. അവർക്ക് പരലോകമായിരുന്നു സഹാബത്തിന് വലുത്, അവർക്ക് ദുനിയാവല്ലായിരുന്നു വലുത്, പരലോകമായിരുന്നു. ഒരു വികലാംഗനായ സഹാബിയുണ്ട്, നിങ്ങൾക്കറിയോ? പേര് അംർ ബിനുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു. വികലാംഗന, വൈകല്യം ശരീരത്തിൽ ബാധിച്ചു, കാലിൽ വൈകല്യമുള്ള ആ മുടന്തുള്ള സഹാബിയാണ് മഹാനായ അംർ ബിനുൽ ജമൂഹ്. അദ്ദേഹത്തിന് 4 ആൺമക്കളാണ്. 4 പേരും റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സമ്പന്ന സഹചാരികളാ, ധീരയോദ്ധാക്കളാ. അംർ ബിനുൽ ജമൂഹ് ആകട്ടെ കാലിന് വൈകല്യമുള്ളത് കൊണ്ട് പല യുദ്ധങ്ങളിലും പങ്കാളിയായില്ല. അവസാനം ഉഹദ് യുദ്ധം നടക്കുകയാ. ഉഹദ് യുദ്ധം നടക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, എനിക്ക് യുദ്ധത്തിന് വരണം, എനിക്ക് കിട്ടാത്തത് എന്റെ മക്കൾക്ക് കിട്ടണ്ട, എനിക്ക് കിട്ടാത്തത് എന്റെ മക്കൾക്ക് മാത്രം കിട്ടണ്ട. അവർക്ക് ഷഹാദത്ത് കിട്ടി, അവർ സ്വർഗ്ഗത്തിൽ പോകുമ്പോ ശുഹദാക്കളുടെ വാപ്പ എന്ന പദവിയല്ലേ എനിക്ക് കിട്ടൂ? പോര നബിയേ, ഞാൻ ഷഹീദാണ് എന്ന പദവിയാണ് എനിക്ക് വേണ്ടത്. എന്റെ മക്കൾ ഷഹീദായ വാപ്പ എന്ന പേരല്ല എനിക്ക് വേണ്ടത്, എനിക്ക് ഷഹീദ് എന്ന പേര് വേണം. അതുകൊണ്ട് എനിക്ക് അനുവാദമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അംർ
അംറുബിനുൽ ജമൂഹേ, വൈകല്യമുള്ളതല്ലേ, നിങ്ങൾക്ക് മാപ്പുള്ളതാ, ഉദറുള്ളതാ? അല്ല റസൂലേ, എനിക്ക് അനുവാദം വേണം. നിർബന്ധത്തിന് വഴങ്ങി റസൂലുള്ള അനുവാദം കൊടുക്കുകയാ. ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് മസ്ജിദുൻ നബവിയുടെ ചാരത്തുള്ള തന്റെ വീട്ടിൽ നിന്ന് ദുആ ചെയ്ത് നിസ്കരിച്ചുകൊണ്ട് ഇറങ്ങുകയാ. വൈകല്യമുള്ള കാലും കൊണ്ട് രണാങ്കണത്തിലേക്ക് വന്ന് പൊടിപടലങ്ങളെ പാറുകയാണ്. വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണ്, പരിചകൾ തമ്മിൽ കൂട്ടിമുട്ടുകയാ. അവിടെ മുഴുവനും പൊടിപടലങ്ങളാണ്, കാണുന്നില്ല. എന്താ സംഭവിക്കുന്നത് ഒന്നും അറിയാൻ പറ്റുന്നില്ല. ധീരന്മാരായ 4 മക്കളും പോരാടുമ്പോ അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഉപ്പാദാ ധീരമായി പോരാടുകയാ. ചുവടുവെപ്പി എവിടെയോ പിഴച്ചു. ഒരു ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് ഉഹദിൽ പടഞ്ഞ് അംറുബിനുൽ ജമൂഹ് തങ്ങളെ വഫാത്താവുകയാ, രക്തസാക്ഷിത്വം വരിക്കുകയാ. കൂടെ ഒരു മകനും രക്തസാക്ഷിയാവുകയാ. അംറുബിനുൽ ജമൂഹ് റളിയല്ലാഹു തആല രക്തസാക്ഷിയായി ഉഹദിന്റെ യുദ്ധം അവസാനിക്കുന്നു. എല്ലാ കബന്ധങ്ങളും റസൂലുള്ള നോക്കി വരികയാ. ഓരോരുത്തരുടെയും ആ ജനാസ തിരിച്ചറിഞ്ഞുകൊണ്ട് റസൂലുള്ള വരുമ്പോ അംറുബിനുൽ ജമൂഹിന്റെ ആ ശരീരം കാണുകയാ. ആ സമയത്ത് വൈകല്യമുള്ള വികലാംഗനായ സഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ഇന്നി അറാ ഫിൽ ജന്നതി യംശി സഹിഹാ. അംറുബിനുൽ ജമൂഹ് സ്വർഗ്ഗത്തിൽ നല്ല കാലോടുകൂടി നടക്കുന്നത് ഞാൻ കാണുന്നു സഹാബ. സ്വർഗ്ഗത്തിൽ ഈ അംറുബിനുൽ ജമൂഹിന് വൈകല്യമില്ല. ആ സ്വർഗ്ഗത്തിൽ അതാ സുന്ദരമായി ചുവടുവെപ്പോടെ നടക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അംറുബിനുൽ ജമൂഹിനെ തിരിച്ചറിഞ്ഞിട്ട് ഭാര്യയ്ക്ക് വിവരം കൊടുക്കുകയാ. ഭാര്യ ഒട്ടകവുമായിട്ട് വന്നു. ഒട്ടകത്തിന്റെ മുകളിൽ ഒട്ടകക്കട്ടിലാണ്. തന്റെ ഭർത്താവിന്റെ ജനാസ വീട്ടിൽ കൊണ്ടുപോയി പരിചരിക്കാൻ വേണ്ടിയിട്ട് ആ മയ്യത്തെടുത്ത് ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് വെക്കുമ്പോ ഒട്ടകം എഴുന്നേക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് നോക്കി നിൽക്കുകയാ, സഹാബത്ത് നോക്കി നിൽക്കുകയാ. അംറുബിനുൽ ജമൂഹ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നോക്കി നിൽക്കുകയാ. 4 മക്കളിൽ ഒരു മോന് ഷഹീദായി. ആ രക്തസാക്ഷിത്വം വരിച്ച പ്രിയപ്പെട്ട സഹാബിയുടെ പൊന്നുമ്മ നോക്കി നിൽക്കുകയാ. ഭർത്താവിനെ ചുമന്നുകൊണ്ടുള്ള ഒട്ടകം എഴുന്നേക്കുന്നില്ല. അവസാനം പഠിച്ച പണി 18 നോക്കി ഒട്ടകം എഴുന്നേറ്റു. എന്നിട്ട് മസ്ജിദുൻ നബവിയുടെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ഒട്ടകത്തിനെ തെളിക്കുമ്പോ ആ ഒട്ടകം കറങ്ങുന്നതല്ലാതെ പോകുന്നില്ല. അവസാനം കറങ്ങി ഉഹദിൽ തന്നെ മുട്ടുകുത്തുകയാ. വീണ്ടും എഴുന്നേൽപ്പിച്ചു, പക്ഷേ ഒരടി മുന്നോട്ട് പോകുന്നില്ല. റസൂല് പറഞ്ഞാൽ ഒട്ടകം സഞ്ചരിക്കേണ്ടതല്ലേ? عليك سلمنا بعد تشهدي. എല്ലാം റസൂലുള്ളാഹിന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞതല്ലേ? എല്ലാം സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരല്ലേ മുത്തളി മുഹമ്മദ് മുസ്തഫ. അവിടെന്ന് പറഞ്ഞിട്ടും ആ ഒട്ടകം പോകുന്നില്ല. അനുസരണക്കേടാണോ? അല്ല. എന്നെ അനുസരിക്കാതെ ഒട്ടകം ഇരിക്കൂലല്ലോ. അംറുബിനുൽ ജമൂഹിന്റെ ഭാര്യയോട് റസൂലുള്ള ചോദിച്ചു, ഈ അംറുബിനുൽ ജമൂഹ് വീട്ടിൽ നിന്നിറങ്ങുമ്പോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അംറുബിനുൽ ജമൂഹിന്റെ ഭാര്യ ഓർത്തെടുത്തു, സുബ്ഹാനല്ലാഹ് നബിയേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇറങ്ങാൻ നേരത്ത് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് 2 കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദാ, എനിക്ക് നീ രക്തസാക്ഷിത്വം തരണേ തമ്പുരാനെ. എന്നിട്ട് ദുആ ചെയ്തു, വലാ തറുദ്ദനി ഇലാഹിലി വലാ തറുദ്ദനി ഇലാഹിലി വലാ തറുദ്ദനി ഇലാഹിലി, എന്റെ കുടുംബത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരല്ലേ അല്ലാ. ഈ ഇറങ്ങിപ്പോകുന്ന പോക്കെന്റെ അവസാനത്തെ യാത്രയാക്കണേ അല്ലോ. എന്റെ ശരീരം വീട്ടിലേക്ക് വരുത്തുന്ന അവസ്ഥ വരുത്തല്ലേ തമ്പുരാനെ. അംറുബിനുൽ
ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആ ആകാശത്തിന്റെ സൃഷ്ടാവായ അല്ലാഹ് കേൾക്കുകയാ. ആ പടച്ചതമ്പുരാൻ സ്വീകരിച്ചു. അംർ ഇബ്നുൽ ജമൂഹിന്റെ മയ്യത്ത് പോലും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാതെയായി. ഇതെന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? ഉഹദിൽ മറമാടുകയാ. ഇന്നും ആ ഉഹദിന്റെ മൈരിക്കത്തിൽ ചെല്ലുമ്പോൾ, ആ ഉഹദ് മലയുടെ ചാരത്ത് ചെന്ന് നിൽക്കുമ്പോ, ജബലുർ റുമാത്തിന്റെ താഴ്ഭാഗത്ത് ചെന്ന് നിൽക്കുമ്പോൾ വികാരത്തോടെ ഓർക്കേണ്ട നാമമാണ് അംർ ഇബ്നുൽ ജമൂഹ്. ഒരു കാലുവേദന വന്നാ നിസ്കാരം ഒഴിവാക്കുന്നവര്, ഒരു വയറുവേദന വന്നാ നോമ്പ് പിടിക്കാത്തവര്, ഒരു തലവേദന വന്നാൽ ഖുർആൻ ശരീഫ് എടുക്കാത്തവര്, അംർ ഇബ്നുൽ ജമൂഹ് മുടമ്പനായിരിക്കവേ, വികലാംഗനായിരിക്കവേ, എല്ലാ ഉദുറുകളും അല്ലാഹുവിന്റെ ഹബീബ് വകവെച്ചു കൊടുത്തിരിക്കവേ, ഇല്ല ഇല്ല എനിക്ക് വലുത് അല്ലാഹുവിന്റെ ദീനാണ്, പരിശുദ്ധമായ പരലോകമാ, എനിക്ക് സ്വർഗമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിയ പ്രിയപ്പെട്ട സഹാബി വര്യന് അല്ലാഹ് രക്തസാക്ഷിത്വം കൊടുത്തെന്ന് മാത്രമല്ല, അവസാനത്തെ ദുആ പോലെ വീട്ടിലേക്ക് മടങ്ങാനുള്ള സൗകര്യം പോലും അല്ലാഹു മാറ്റിക്കൊടുത്തു. ഇതാണ് പരിത്യാഗം. വീടെനിക്ക് വേണ്ട, എനിക്ക് എന്റെ അള്ളാന്റെ പരലോകം മതി എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ അതായിരുന്നു. അതുകൊണ്ടാണ് അവർ വിജയിച്ചത്. ഉഹദീങ്ങൾ കണ്ടില്ലേ? ജബൽ റുമാത്തിൽ നിർത്തി കുറച്ച് ആളുകൾ. റസൂലുള്ളാഹി പറഞ്ഞ എന്താ? അവിടെ നിക്ക്, ഞാൻ പറയാതെ വരരുത്. അവര് നോക്കിയപ്പോ യുദ്ധം കഴിഞ്ഞു, എല്ലാരും വാരിക്കൂട്ടുക. യുദ്ധം കഴിഞ്ഞല്ല, പിന്നെന്തിനാ അവിടെ നിൽക്കുന്നത്? ഒരു സ്വയം മസല കണ്ടെത്തി. എന്തായിരുന്നു? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് യുദ്ധം നടക്കുമ്പോ അവിടെ നിൽക്കണം, അല്ലാത്തപ്പോ പ്രശ്നമല്ല. അങ്ങനെയല്ല. അങ്ങനെ ശൈത്താൻ പറഞ്ഞത് വലിയ ശരിയല്ലേ? ശൈത്താൻ എന്താ പറഞ്ഞത്? അല്ലാഹ് പറഞ്ഞു സുജൂദ് ചെയ്യണം ആദമിന്റെ മുമ്പിൽ. സൗകര്യമില്ല പടച്ചോനെ. എന്താ കാര്യം? നിനക്ക് ഞാൻ ചെയ്യും, നീ എന്റെ ഖാലിഖാൻ, നീ എന്റെ റാസിഖാൻ, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നിനക്ക് ഞാൻ ചെയ്യും. ഒറിജിനൽ തൗഹീദാ പറഞ്ഞത് ശൈത്താൻ. നിനക്ക് ഞാൻ ചെയ്യും, ചെയ്യുന്നുണ്ട്, ചെയ്യുകയും ചെയ്യും. അല്ലാഹ് പറഞ്ഞു അല്ല, ഇപ്പൊ അനുസരണയാണ് വേണ്ടത്, അവനക്ക് സുജൂദ് ചെയ്യും. ഞാൻ എന്തിന് സുജൂദ് ചെയ്യണം? എന്നെ പോലത്തെ ഒരു മഖ്ലൂഖല്ലേ അവൻ. മാത്രമല്ല എന്നെ തീ കൊണ്ട് അവനെ മണ്ണ് കൊണ്ടുമല്ലേ പടച്ചത്, അവൻ എന്തിനാ ഞാൻ സുജൂദ് ചെയ്യുന്നു? നീ എന്റെ ഖാലിഖല്ലേ, നിനക്ക് ഞാൻ ചെയ്യാൻ പടച്ചോനെ. തൗഹീദല്ല, അനുസരണയാ വേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അവിടെ നിക്കി. അള്ളാന്റെ റസൂലിന്റെ വാക്ക് കേൾക്കാതെ തിരിച്ചു വന്നപ്പോൾ ചെറിയ പോയവര് തിരിച്ച് അതുവഴി കയറി വന്നു. വീണ്ടും ആക്രമണം തുടങ്ങി. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വിജയശ്രീലാളിതരായി. ഒരു ചെറിയ പാഠം പഠിപ്പിച്ചു ഉഹദിൽ, അതൊഴിച്ചാൽ അവർക്ക് അള്ളാഹു പൊതുമാപ്പ് കൊടുത്തു, അവർക്ക്. ഉഹദിന്റെ സഹാബാക്കൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിലെ 2ാം ഗ്രേഡിലുള്ളവരാണ്. 1ാം ഗ്രേഡ് ബദരീങ്ങൾ, 2 ഉഹദീങ്ങൾ, 3 ഹുദൈബിയ സന്ധിയിൽ ഒരുമിച്ച് കൂടിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത സഹാബാക്കൾ 1499 പേർ. ഒരാൾ ഇല്ലായിരുന്നു, അത് ഉസ്മാൻ തങ്ങളാ. പക്ഷെ ഉസ്മാൻ തങ്ങൾക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പദവി കൊടുത്തു. നബി തങ്ങൾ സ്വന്തമായി 2 കൈ ഉപയോഗിച്ച് ബൈഅത്ത് ചെയ്തു. ഹാദിഹി ബൈഅത്ത് ഉസ്മാൻ. അങ്ങനെ 1500 സഹാബാക്കൾ, അവരാണ് പ്രമുഖർ. 3ാം ഗ്രേഡ് സ്ഥാനമൊക്കെ കൊണ്ട് ഇസ്ലാമിൽ നമ്മൾ കരുതുക എല്ലാവരും ഒരുപോലെ. ചില ആളുകൾ പറയും എല്ലാവരും അള്ളാന്റെ മുമ്പിൽ അല്ലടോ. ഇവരുള്ളവരില്ലാത്തവർ. പല്ലന ഉസ്താദും മുഹമ്മദ് കുഞ്ഞ്, പല്ലന മുഹമ്മദ് കുഞ്ഞുസ്താദും പല്ലനയിലെ സാധാരണ മുഹമ്മദ് കുഞ്ഞു ഒരുപോലെയാണോ? അല്ല. ഖുർആനാ പറഞ്ഞത്. എത്രത്തോളം അല്ലാന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ. വിവരമുള്ളവരും ഇല്ലാത്തവര് സമന്മാരാകുമെന്ന് അല്ലാഹ് ചോദിച്ചു. ഏത് വാക്കുകൊണ്ടാ ചോദിച്ചത്? ലാ യസ്തവി അസ്ഹാബുൽ നാരി വഅസ്ഹാബുൽ ജന്ന. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരുപോലെയല്ല. ഇത് പറയാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ വാക്ക് ലാ യസ്തവി, സമം, സാമ്യം, ആ വാക്കാ പറഞ്ഞത്. അതേ വാക്ക് കൊണ്ട് തന്നെ അള്ളാഹു പറയാണ് നരകാവകാശികൾ സ്വർഗാവകാശികളും ഒരുപോലെയാണോ? അല്ല. അതേപോലെ വിവരമുള്ളവരും അല്ലാത്തൊരു ഒരുപോലെയല്ല എന്ന് വെച്ചിട്ട് വിവരമുള്ളവർ സ്വർഗത്തിലും അല്ലാത്തൊരു നരകത്തിലും ഒന്നല്ല. അത്രയും വ്യത്യാസമുണ്ട് എന്ന് ആ വാക്കിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്.
അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്ന രണ്ട് സ്വഭാവം: ഒന്ന് യഖീൻ, ദൃഢവിശ്വാസം; രണ്ട് സുഹദ്, പ്രാധാന്യം പരലോകത്തിനായിരുന്നു. ഇനി തൽക്കാലം ഞാനത് അവിടെ നിർത്തുകയാണ്. ഇനി പിൽക്കാലക്കാരുടെ നാശം. അപ്പൊ ഇനി അത്രയും ഉണ്ടാവോ? അത്രയൊന്നും ഉണ്ടാവില്ല. 15 മിനിറ്റ് കൊണ്ട് പ്രസംഗിക്കും, ബാക്കി 10 മിനിറ്റ് ദുആ, 5 മിനിറ്റ് സ്വലാത്തും മറ്റു കാര്യങ്ങൾ നമ്മൾ പിരിയും. 11 മണിക്ക് ഇൻഷാ അല്ലാഹ് 10:55 സലാമത്താവണം. അപ്പൊ 2 മണിക്കൂറും 10 മിനിറ്റും ആവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ സദസ്സ് കൊണ്ട് അള്ളാഹു എന്താണോ ഖൈർ ഉദ്ദേശിച്ച ആ ഖൈർ മുഴുവനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബക്കറ്റ് ഇളശം മാത്രമേ ഉള്ളൂ, വേറെ പിരിവൊന്നുമില്ല. നല്ല പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കാര്യമായ നിലയിൽ ബക്കറ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. നല്ല നിലയിൽ ഒരു സദഖ ഇടി, നല്ല നിലയിൽ. കഴിഞ്ഞ 2 ദിവസം മെനിങ്ങാന്ന് കൊടുവള്ളിയിലായിരുന്ന ഒരു പരിപാടി. കൊടുവള്ളിയിൽ കത്തറമ്മൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഉമർ അലി ശിഹാബ് തങ്ങളുടെ പേരിൽ ഒരു വലിയ സ്ഥാപനം, റിലീഫ് ചാരിറ്റി ആൻഡ് പാലിയേറ്റീവ് സെന്റർ വരുന്നു. അതിനു വേണ്ടിയിട്ട് 8 സെന്റ് വാങ്ങി അവര് 2,40,000 രൂപ സെന്റിന്. ഞാൻ പോയി പിറ്റേ ദിവസം ഔഷാദ് ബാക്കവിയ ഞാൻ 4 സെന്റ് വാങ്ങി കൊടുത്തു. 4 സെന്റ് ഓഫർ ചെയ്യിപ്പിച്ചു. പിറ്റേന്ന് 4 സെന്റ്, അങ്ങനെ 8 സെന്റ് അവർക്കായി. ഇനി അടുത്ത വർഷം വാഴ്ന്നു വെച്ചിട്ട് അവർക്ക് ഒരു സ്ഥാപനവും കിട്ടണമെന്ന് പറഞ്ഞിരിക്കുന്നു. ബക്കറ്റ് ഇളശൻ 60,000 50,000 രൂപയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആവശ്യത്തിനുള്ള പൈസ നിങ്ങൾ ഇടണം ഇൻഷാ അല്ലാഹ്. ഇന്നൊരു ദിവസം തന്നെയല്ലോ, വെള്ളിയാഴ്ച രാവാൻ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ബറക്കത്ത് ചൊരിയട്ടെ. ബക്കറ്റ് കൊണ്ടുപോയിക്കോളൂ ഇൻഷാ അല്ലാഹ്. ഈ പറയുന്നതോടെ ശ്രദ്ധിക്കണം. നമ്മുടെ കാര്യമാണ് ഇനി പറയാൻ പോണത്. ഇത്രതരം വല്ലവരുടെ കാര്യമായി പറഞ്ഞത്, സഹാബത്തിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി പറയാൻ പോണ നമ്മുടെ കാര്യമാണ്. അവസാന കാലക്കാരുടെ നാശം എന്തെന്നറിയോ? അൽ ബുഖ്ലു വൽ അമലു. ലുബ്ദും ആഗ്രഹവുമാണ്. ലുബ്ദ് ശ്രദ്ധിച്ചോ? ആ നല്ല സമയത്താ ബക്കറ്റ് എടുത്തത്. ലുബ്ദ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലുബ്ദ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് രണ്ടും പൂരകമാണ്. പെട്ടെന്ന് വയസ്സിട്ടോ, സ്ത്രീകളുടെ ഭാഗത്ത് പോകുന്നില്ലേ? അതുപോലെ 100ഉം 500ഉം ഒക്കെ ഇടി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ജാരിയായ സ്വതക്കയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. പടച്ചോൻ തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തരും നമുക്ക്. അവന്റെ കയ്യിലുണ്ട്, അവൻ കൊടുക്കാൻ മനസ്സുള്ളവനാ. ഒരാൾ തരാതിരിക്കുന്നെങ്കിൽ 2 കാരണമാണ്. ഒന്ന് ഇല്ലാതിരിക്കണം, അല്ലെങ്കിൽ തരാൻ മനസ്സില്ലാതിരിക്കണം. അള്ളാഹ് ഇത് രണ്ടുമല്ല. അള്ളാഹ് ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ന ഖസാഇനി മംലുവ, എന്റെ ഖജനാവ് നിറഞ്ഞു കിടക്കുകയാണ്. പിന്നെ തരാൻ മനസ്സും ഉള്ളവനാ. ചോദിക്കേണ്ട താമസം അള്ളാഹു തരും. ഒരു മഹാനായ മനുഷ്യൻ ശൈത്യകാലത്ത് ഭയങ്കര തണുപ്പ. ഒരു മര്യാദ പറയാണ്, ഒരു അദബ് പറയാണ്. കേട്ടോളി, ഒരു അദബായി പറയുന്നത്. അദ്ദേഹം പള്ളിയിൽ കയറി, നല്ല തണുപ്പ, കിടുകിടാ വിറയ്ക്കാൻ. ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഒരു കൈ കൊണ്ട് ദുആ ചെയ്തിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ശരീരം പിടിച്ച് തണുത്തിട്ട് അങ്ങനെ ഒരു കൈ ഇങ്ങനെ പൊക്കിയിട്ട് ചോദിച്ചു. പെട്ടെന്നൊരു മയക്കം വന്നു. മയക്കത്തിൽ അള്ളാഹു പറഞ്ഞു, നീ നീട്ടിയ ഒരു കൈ നിറച്ച് ഞാൻ സാധനം തന്നിട്ടുണ്ട്. അദ്ദേഹം ഞെട്ടി എണീറ്റിട്ട് പറഞ്ഞു, പടച്ചോനെ, ഇനി ഞാൻ 2 കൈയും നീട്ടിയിട്ടല്ലാതെ എന്നോട് ചോദിക്കൂല. ചോദിക്കണം. 2 കൈ നീട്ടി, ഒരു കൈ നീട്ടിയ നമ്മളെ ദുആ സ്വീകരിക്കാത്ത എന്താ? പുതിയാപ്പിളയ്ക്ക് വേണ്ടി അല്ലാഹുമ്മ ഖ്രിജ് ലഹുമാ ദുരിയതൻ തയ്യിബതൻ തൻഫഉ ലഹുമാ ഫിദ് ദുനിയ വൽ ആഖിറ എന്നൊക്കെ ഇമാം ഇങ്ങനെ നീട്ടി ദുആരൊക്കെ. ഇവൻ ബൈനഹുമയിൽ കൈയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കും. ഇവനതൊന്നും വേണ്ടെന്ന്. ദുആ എന്നവന് ആവശ്യമില്ല. ദുആ ചെയ്യുമ്പോൾ ഒരാളെടുത്ത് നീ വേണമെങ്കിൽ തന്നുമ്പോൾ ഇങ്ങനെ കൈ നീട്ടി അവൻ വല്ലതും തരുമോ? അപ്പൊ അള്ളാഹുടെ ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്, ഇങ്ങനെ വയ്ക്കുന്നവരുണ്ട്. നീട്ടുമ്പോ ഇങ്ങനെ നീട്ടണം. 2 കൈ നിറച്ചല്ല തരാൻ കഴിവുള്ളവനാ, ആഗ്രഹമുള്ളവനാ. ചോദിക്കുന്ന കാണുമ്പോ അവനറിയാം ഇതവന് വേണോ വേണ്ടേന്ന്. അതുകൊണ്ട് 2 കൈയും നീട്ടിയിട്ട് ചോദിക്കുന്നതായി കൈ നിറച്ച് താ പടച്ചോനെ, കിട്ടും. അത് തരും. തരാൻ ഉണ്ട്, തരാൻ മനസ്സും ഉണ്ട്. ലുബ്ദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി, ലുബ്ദും ആഗ്രഹവും ഇതാണ് നമ്മുടെ നാശത്തിന് കാരണം. ഈ ഉമ്മത്തിന്റെ, ബഹുസ്വര സമൂഹത്തിന്റെ അല്ല, ഉമ്മത്തിന്റെ നാശം 2 കാരണങ്ങളാണ്. അത് ഒന്ന് പരമലുബ്ദും, 2 ദുരാഗ്രഹവും. ഒരുപാട് വേണമെന്നുള്ള ആഗ്രഹം. അമലല്ല, അമൽ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്, ഇത് രണ്ടും പൂരകങ്ങളാണ്. എന്താ ഈ ലുബ്ധ് വരാൻ കാരണം? ഒരുപാട് ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം. ഈ ഒരുപാട് ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം എന്താ? ഈ ലുബ്ധാണ് കാരണം. അതാണ് പൂരകം എന്ന് പറഞ്ഞത്. കക്ക കക്ക മുടിയും, മുടിയ മുടിയ കക്കും. ഇതാണ് ചൊല്ല്. കക്ക കക്ക മുടിയും, മുടിയ മുടിയെ കക്കും. അല്ലേ? എത്ര കക്കുന്നവനും മുടിയും അവസാനം. അവൻ മുടിയും തോറും വീണ്ടും കക്കും. ഇത് രണ്ടും പൂരകമുണ്ട്. കക്കുന്ന എന്തുകൊണ്ടാ? മുടിഞ്ഞുകൊണ്ടാ. മുടിയണ എന്തുകൊണ്ടാ? കക്കണോണ്ടാണ്. നമ്മുടെ ഈ ലുബ്ധ എന്തുകൊണ്ടാണ്? ഒത്തിരി ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം, ദുരാഗ്രഹം. ഈ ദുരാഗ്രഹം എന്തുകൊണ്ടാ? ഈ ലുബ്ധുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അങ്ങോട്ട് അയച്ചിട്ട് കൊടുക്കും. ഒരു ഹദീസ് കേട്ടോ, എപ്പോഴാണ് സദഖ കൊടുക്കേണ്ടത് ശ്രദ്ധിച്ചിരുന്നോ? അമലും ബുഖലും, ലുബ്ധും ദുരാഗ്രഹവും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് തന്റെ സുനനിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൻ യതസദ്ദഖൽ മർഉ ഫീ ഹയാതിഹി ബിദിർഹം. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ദിർഹം സദഖ കൊടുക്കുന്നത്. ഒറ്റ ദിർഹം. ഒരാൾ ജീവിച്ചിരിക്കുമ്പോ ഒരു രൂപ ചെലവ് ചെയ്യുന്നത് ഖൈറുൽ ലഹു മിൻ അൻ യതസദ്ദഖ ബിമിഅത്തി ദിർഹമിൻ ഇൻദ മൗതിഹി. ഇതാ മരിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ 100 രൂപ കൊടുക്കുന്നതിനേക്കാൾ ഖൈറാ. 1000 രൂപ ഒരാൾ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ്? അവന് ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊടുക്കുകയാണ്. ഏതാണ് ഖൈറ്? അത് ഖൈറാണ് ഏതിനേക്കാൾ? മരിക്കാൻ നേരത്ത് 1,00,000 രൂപ കൊടുക്കുന്നതിനേക്കാൾ ഖൈറാണ് എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ടെന്നറിയോ സഹോദരങ്ങളെ? ഇതാണ് നമ്മുടെ വിഷയത്തിന്റെ കണക്ഷൻ. എവിടെയാണ് കണക്ട് ചെയ്യപ്പെടുന്നത്? അവിടെയാണ്. ഈ ലുബ്ബ് ജീവിതത്തിൽ അവന് 1 രൂപ കൊടുക്കുമ്പോ സഹോദരങ്ങളെ ഖൈറായിരുന്നുകൊണ്ടാണ്. അവന്റെ ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട്, ഇനിയും ജീവിക്കണമെന്ന്. മരിക്കുന്ന സമയത്ത് ആഗ്രഹം അവനില്ല, കാരണം മരിക്കാൻ പോവാണ്. അപ്പൊ 1,00,000 അല്ല 10 ലക്ഷം വേണമെങ്കിലും കൊടുക്കാൻ എനിക്കിനി ആവശ്യമില്ലല്ലോ. അപ്പം നിനക്ക് ആഗ്രഹമില്ലാത്തപ്പം നീ കൊടുക്കുന്ന സദഖ 1,00,000-ത്തേക്കാൾ ജീവിച്ചിരിക്കുമ്പോൾ പണത്തിനോട് മോഹമുണ്ടാകുമ്പോ നീ കൊടുക്കുന്ന 1 രൂപയാണ് ഖൈറെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോ ഈ ആഗ്രഹവും ലുബ്ധും തമ്മിൽ പൂരകമാണ്. ഈ ഉമ്മത്തിന്റെ നഷ്ടം, നാശം ഇത് രണ്ടും കൊണ്ടാണ്. ഒരുപാട് ആഗ്രഹം, എത്ര കിട്ടിയാലും മതി വരൂല. ഒരു രാജാവിന്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾ കരഞ്ഞു എന്നാണ്. എനിക്ക് വേണം, ഒന്നുമില്ല. രാജാവ് സാഹി കെട്ടിട്ട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കൊള്ളാം. രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യ്, നീ നടക്ക്, എവിടെ നിൽക്കും അവിടെ പറഞ്ഞ് നിനക്കങ്ങ് തന്നേക്കാന്ന് പറഞ്ഞു. എന്തൊരു സന്തോഷം! നീ നടക്ക്, എവിടെ നിൽക്കും അവിടെ പറഞ്ഞ് നിനക്ക് ആ സ്ഥലം മുഴുവൻ തന്നേക്കാന്ന് പറഞ്ഞു. ഇയാൾ നടന്ന് കുറെ ദൂരം ചെന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഇത്രയും എനിക്കുണ്ടോ? ഇത്രയും എനിക്കാണോ? അപ്പൊ ഓടാം. ആഗ്രഹം കൂടി, അമല് കൂടി. ആഗ്രഹം കൂടി ഇയാൾ ഓടാൻ തുടങ്ങി. ഓടി 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 എവിടെ നിൽക്കൂല, നിന്ന് അവിടം വരെ കിട്ടുള്ളൂ. ഇയാൾ ഓടി 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 എവിടെയൊക്കെ ഓടാൻ പറ്റും. തെങ്ങും തോട്ടത്തിൽ കയറി, ഉടനെ വാഴത്തോട്ടത്തിൽ ഇറങ്ങണമെന്ന് മോഹം വന്ന് അവിടെ ചാടി, പിന്നെ റബ്ബർ തോട്ടത്തിൽ കയറി, അവിടെ നിന്ന് ചാടി, ഇവിടെ ചാടി, അവിടെ നിന്ന് ചാടി 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 കൊട്ടാരത്തിന്റെ മറുഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും ഈ ഓട്ടത്തിനിടയിൽ അവന്റെ ശരീരം വല്ലാതെ ക്ഷീണിച്ചു. ഇങ്ങനെ കുറെ നേരം നിൽക്കുന്നത് മാത്രം കണ്ട് ഒരു പെടച്ചിൽ താഴെ വീണു. വായിക്കൂടെ നൊരയും പതയും വന്നു, മരിച്ചു. രാജാവ് എഴുന്നള്ളി. രാജാവിനോട് ഭടന്മാര് പറഞ്ഞു, എന്താ ചെയ്യാ? രാജാവ് പറഞ്ഞു, ഇനിയിപ്പോ എന്താ ചെയ്യാ? ആളുകൾ പറഞ്ഞു, യവനെ കുഴിച്ചിടാൻ കുറച്ച് മണ്ണ് കൊടു. രാജാവ് പറഞ്ഞു, ഇതാ അവിടെ കൊണ്ടൊന്ന് കുഴിച്ചിട്ടേക്കാൻ പറഞ്ഞു. ഇത്രയും ഓടി യവൻ അവസാനം കിട്ടിയത് എന്താ? ആ 6 അടി മണ്ണ്. ഇതല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. ഇത് തന്നെ നമ്മുടെ അവസ്ഥ. ആ ഉമ്മ എന്താ കൊണ്ടുപോയത്? ഇപ്പോ കഴുത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു, കാതിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ അവസ്ഥ അതല്ലേ? മരണപ്പെട്ട് ഖബറിലേക്ക് പോകുമ്പോ ആകെയുള്ളത്, നാളെ നേരത്തോട് നേരം ചെന്ന് നോക്ക് നിങ്ങൾ. 3 ദിവസം കഴിയുമ്പോൾ ആ തുണി മുഴുവനും ദ്രവിച്ചു പോകും. ഏറ്റവും വില കുറഞ്ഞ വസ്ത്രമാണ്, ഏറ്റവും വില കുറഞ്ഞതാണ് ഈ കഫൻ പുടവ. നിസ്സാര പൈസ കിട്ടുന്ന സാധനമാണ്. പെട്ടെന്ന് നശിക്കാതിരിക്കാണ് കർപ്പൂരമൊക്കെ, അല്ലെങ്കിൽ അതിൽ സാധനം ഇതൊക്കെ തേക്കുന്നത് എന്തുകൊണ്ടാ? പെട്ടെന്ന് പ്രാണികളൊന്നും വന്ന് ചെതലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ കാര്യമില്ല, പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. ഒന്നുമില്ല. 2 കൈയും തുറന്നു വെച്ചിട്ട് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോകണം നമ്മൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നും കൊണ്ടുവന്നില്ല, ഒന്നും കൊണ്ടുപോകില്ല. ഈ പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ,
ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ പൈസ ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട ജൗഹരി ഉസ്താദിന് 1000 രൂപ കൊടുക്കാണ്ട്. ഞാനൊരു 1000 രൂപ പള്ളിക്ക് സദക്ക കൊടുക്കാമെന്ന് ഏറ്റു. ശ്രദ്ധിക്ക്, പള്ളിക്ക് 1000 രൂപ കൊടുക്കാമെന്ന് ഞാൻ നിയ്യത്താക്കി. പ്രസിഡന്റ് കാണുമ്പോഴൊക്കെ ചോദിക്കും, ഉസ്താദ് പൈസ കിട്ടിയില്ല, എത്ര? കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിന്റെ പൈസ ഉസ്താദിന് പ്രസിഡന്റ് കൊടുക്കാനും ഉണ്ട് 1000 രൂപ. അപ്പൊ ഞാൻ പള്ളിക്ക് 1000 രൂപ കൊടുക്കാണ്ട് ശമ്പള ഇനത്തിൽ ഉസ്താദിന് 1000 കിട്ടാനുണ്ട്. എനിക്ക് ഒരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങി എന്റെ ബാലൻസ് 1000 രൂപ കിട്ടാനുണ്ട്. ഉസ്താദിന് വീട്ടു സാധനങ്ങൾ വാങ്ങിയതിൽ ആ കടയിൽ 1000 രൂപ കൊടുക്കാനുമുണ്ട്. 1000ന്റെ കണക്ക് മനസ്സിലായല്ലോ. ഒരു കടയിൽ നിന്ന് ഉസ്താദ് സാധനം വാങ്ങി 1000 രൂപ കൊടുക്കാനുണ്ട്. ഉസ്താദ് പറയാണ് ശമ്പളം കിട്ടിയിട്ട് തരാം. എനിക്ക് സാധനം വാങ്ങി എന്റെ ബാലൻസ് 1000 തരാണ്ട്. അയാൾ പറയാണ് ഉസ്താദ് തരാനുണ്ട്, അപ്പോഴും തരാം. പ്രസിഡന്റ് ചോദിക്കുകയാണ്, സംഭാവന പറഞ്ഞ 1000 കിട്ടിയില്ലല്ലോ, ആ കടയിൽ നിന്ന് കിട്ടാനുണ്ട്, കിട്ടുമ്പോൾ തരാം. ഉസ്താദ് പ്രസിഡന്റ് ചോദിച്ചു, ശമ്പളം കിട്ടിയില്ല, നവാസ് മന്നാനി സംഭാവന പറഞ്ഞത് കിട്ടുമ്പോൾ തരാം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാൻ, ഈ 1000 രൂപ 4 പേർക്ക് കിട്ടാനുണ്ട്. ഞാൻ പ്രസിഡന്റിന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു 1000 രൂപ. ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കിയത്? എനിക്ക് ഇദ്ദേഹം തന്നാലല്ലേ ഉള്ളൂ. ഇദ്ദേഹത്തിന് തരണമെങ്കിൽ എന്ത് ചെയ്യണം? കടക്കാരൻ കൊടുക്കണ്ടേ? അല്ല, എനിക്ക് കടക്കാരൻ തരണ്ടേ? കടക്കാരൻ തന്നാലല്ലേ എനിക്ക് പ്രസിഡന്റ് കൊടുക്കാൻ പറ്റൂ. ഈ കടക്കാരൻ തരണമെങ്കിൽ ഉസ്താദ് കൊടുക്കണ്ടേ? ഉസ്താദ് കൊടുക്കണമെങ്കിൽ പ്രസിഡന്റ് കൊടുക്കണ്ടേ? പ്രസിഡന്റ് കൊടുക്കണമെങ്കിൽ ഞാൻ സംഭാവന കൊടുക്കണ്ടേ? ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇത്രയും പ്രശ്നം പരിഹരിക്കാൻ ഞാൻ എനിക്ക് തരാനുള്ള ഉസ്താദ് ആ പൈസ എന്റെ കയ്യിൽ തന്നു. അല്ലെങ്കിൽ ഞാൻ ആ പൈസ പിന്നെ ഉസ്താദിന്റെ കയ്യിൽ ഞാൻ കൊടുത്തു. ഉസ്താദിന്റെ കയ്യിൽ ഞാൻ 1000 രൂപ കൊടുത്തു. ഉസ്താദിന്റെ കയ്യിൽ ഞാൻ 1000 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, പ്രസിഡന്റ് അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇനി ശമ്പളം കൊടുക്കണ്ട. അത് ശരിയാവോ? കടക്കാരന് എനിക്ക് തരാനുള്ളത് തരണ്ടേ? ഉസ്താദിന് കൊടുക്കാനുള്ള കടയിൽ കൊടുക്കണ്ടേ? ഈ 4 പേർക്ക് ചെന്നിട്ട് ഞാൻ പറയാണ്, നിങ്ങളൊക്കെ അങ്ങ് പൊരുത്തപ്പെട്ടേക്ക്, ഉസ്താദിന് ഞാൻ അങ്ങ് കൊടുത്തേക്കാന്ന് പറഞ്ഞ വിഷയം പരിഹരിക്കപ്പെടോ? ഇല്ല. ഈ പൈസ ഞാൻ അവിടെ കൊടുത്ത്, അത് ഇവിടെ കൊടുത്ത്, ഇദ്ദേഹം അവിടെ കൊടുത്ത്, അത് എനിക്ക് തരുമ്പോഴേ നീതിയാവും. ഇതാണ് പണം. ഈ 1000 രൂപ കടന്ന് യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെടാൻ കാരണം ഏതെങ്കിലും ഒന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ അത് പരിഹാരമാവൂല. പരിഹാരമാകണമെങ്കിൽ ഇതെത്തേണ്ടടുത്തെത്തണം. അതുകൊണ്ടാണ് പണ്ടുള്ളവർ ഈ പണത്തിന് പറയുന്ന പേരെന്താണ്? പ്രായമുള്ളവർക്കറിയാം. ചക്രം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഉരുണ്ടിരിക്കും, ഉരുണ്ട് പോകും. അങ്ങനെ മാലുൻ എന്നാണ് അറബിയിൽ പറയുന്നത്. മാലുൻ എന്ന് പറഞ്ഞാൽ ചായുന്നത്, ചെരിയുന്നത് എന്നാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ലുബ്ധു വേണ്ട. ഇന്ന് എന്റെ കയ്യിരിക്കുന്ന 500 രൂപ അത് ഇന്നലെ ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ പോക്കറ്റ് ഇരുന്നതായിരിക്കും. വണ്ടി കയറി വരാൻ വലിയ താമസമൊന്നും വേണ്ട. അവിടെ നിന്ന് വരുന്ന ഏതോ ഒരു ട്രെയിൻ യാത്രക്കാരൻ വന്നാൽ മതി. അയാൾ കൊണ്ടുവന്നൊരു കടയിൽ കൊടുത്തു. ആ കടക്കാരൻ കൊണ്ടുവന്ന് പമ്പിൽ എണ്ണ അടിച്ചു. ആ പമ്പിൽ നിന്ന് ഞാൻ ചെന്നപ്പോൾ ബാലൻസ് 500 രൂപ ഞാൻ പോക്കറ്റ് വെച്ചുകൊണ്ട് വന്നു. ഇപ്പൊ ഇന്നലെ ഈ സമയത്ത് മോഡിയുടെ കയ്യിലായിരുന്നു, ഇന്ന് എന്റെ കയ്യിലാണ്. ഇതാണ് പണം. ആരൊക്കെയോ ഉപയോഗിച്ചിട്ടിട്ട് പോയത് നമ്മൾ ആവശ്യങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കുന്നു. നമ്മൾ മരിക്കുമ്പോൾ ഇവിടെ വെച്ചിട്ട് പോകും, വേറെ ആരെങ്കിലും എടുത്ത് ഉപയോഗിക്കും. ഇത്രയേ ഉള്ളൂ പണം. പിന്നെ അതിന് ആഗ്രഹവും ബുഖലും. അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിനക്ക് ആഗ്രഹമുള്ളപ്പോ ആ ആഗ്രഹിക്കുന്ന സമയത്ത് നീ കൊടുക്കുന്ന ഒരൊറ്റ ദിർഹം, ആ ഒരൊറ്റ ദിർഹം മതി മോനെ. നിനക്ക് അള്ളാഹു തരുന്ന പുണ്യമേറെയാണ്. കാരണം ഇനിയും നീ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് നിന്റെ 1 രൂപ മരിക്കുന്ന സമയത്തുള്ള 1 ലക്ഷത്തേക്കാൾ 100 രൂപയേക്കാൾ 1000 രൂപയേക്കാൾ ഖൈറാണ്. കാരണം ആ മരിക്കുന്ന സമയത്ത് നിനക്ക് അമലില്ല, ആഗ്രഹമില്ല. ഈ സമയത്താണ് ആഗ്രഹമുള്ളത്. സഹോദരങ്ങളെ, ആഗ്രഹമില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നിരിക്കവേ, ശരിയല്ലേ? നമ്മളിവിടെ ജീവിക്കുന്നത് എന്തിന്റെ പേരിലാ? ഈ അമലുള്ളതിന്റെ പേരിലാണ്, ആഗ്രഹമുള്ളതിന്റെ പേരിലാ. അല്ലാഹു ഒരു മനുഷ്യർ സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിക്കും.
വിളിക്കുകയാണ്. ആ സമയത്ത് സഹോദരങ്ങളെ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കാണാ ഹസൻ തങ്ങൾ പറയാണ്, ലമ്മാ ഖലഖല്ലാഹു തആല ആദമ വദുരിയത, ആദമിനെയും പരിവാരങ്ങളെയും പരമ്പരകളെയും സന്താനങ്ങളെയും അല്ലാഹു സൃഷ്ടിക്കാൻ നേരത്ത് സഹോദരങ്ങളെ അല്ലാഹു തആല കാലത്തിൽ മലായികത്തും മലക്കുകൾ പടച്ചവനോട് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനമെടുത്തല്ലോ. അന്ന് മലായികത്തുകൾ വന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവരെ ഇവനൊക്കെ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നവരാ, കുഴപ്പമുണ്ടാക്കുന്നവരാ, പ്രശ്നമുണ്ടാക്കുന്നവരാ. ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂന, പോയോടാ എനിക്കറിയാം നിങ്ങൾക്കറിയാത്തതെന്ന് പറഞ്ഞിട്ട് മലായികത്തുകളെ പറഞ്ഞു വിട്ടിട്ട് നമ്മളെ സൃഷ്ടിക്കുകയാണ് അല്ലാഹു. ഇത് ഖുർആൻ പറഞ്ഞതല്ലേ എന്ന് ഹസൻ തങ്ങൾ പറയാണ്. വീണ്ടും മലായികത്തുകൾ വന്നിട്ട് പറയാണ്, ഇന്നൽ അർള ലാ തസഉഹും, പടച്ചവനെ ഭൂമി അവർക്ക് വിശാലമാകൂല, ഭൂമി അവർക്ക് വിശാലമാകൂല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ അല്ലാഹു ആ സമയത്ത് പറയുകയാണ്, ഇന്നി ജാഇലും മൗതാ, എന്തുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് മരണം വെച്ചിരിക്കുന്നത്. ഭൂമി വിശാലമാകാത്തത് കൊണ്ടാണ് മരണം വെച്ചത്. നമ്മുടെ വീട്ടിൽ 4 ബെഡ്റൂം ആണെന്നിരിക്കട്ടെ, നമ്മുടെ വാപ്പാട വാപ്പ മുതലുള്ളവരെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടാ കിടക്കുക? വാപ്പ 100 വയസ്സെത്തുമ്പോ മരിച്ചു കൊടുക്കുന്നു. മക്കൾ അവന് ആ സമയത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു. 4 ബെഡ്റൂമിലും ആളായി. ഒന്നില് വാപ്പയും ഉമ്മയുമാണ്, ഒന്നില് ഞാനും ഭാര്യയുമാണ്, ഒരു ബെഡ്റൂമിൽ എന്റെ മകനും ഭാര്യയുമാണ്. വാപ്പ മരിച്ചുപോയി, ഞാൻ ആ റൂമിലായി. എന്റെ റൂമില് മോൻ വന്നു, മോൻ കിടന്ന റൂമിൽ അവന്റെ കുട്ടികളായി. ഇതാണ് പറഞ്ഞത്, ഇന്നൽ അർള ലാ തസഉ, ഭൂമി വിശാലമാകൂലല്ലോ, മനുഷ്യൻ ഇത്രയും പിന്നെ എവിടെ താമസിക്കുമെന്ന് ചോദിച്ചപ്പോ അല്ല പറഞ്ഞു, ഇന്നി ജാഇലും മൗതാ, അതിനാണ് ഞാൻ മരണം വെച്ചിട്ടുള്ളത്. അപ്പൊ മലായികത്തുകൾ വീണ്ടും കയറി ചോദിക്കുന്നു, പടച്ചവനെ ഈ മരണം വെച്ചെന്ന് പറഞ്ഞാ പിന്നെ അവർക്ക് ജീവിക്കാൻ സുഖം ഉണ്ടാവൂലല്ലോ, ഈ മരണത്തെ ഓർത്തുകൊണ്ടവരുന്നാ പിന്നെ അവര് ജീവിക്കൂലല്ലോ. ഇതെല്ലാം യുഹന്നിഉ ലഹുമുൽ ഐഷ്, അവർക്ക് ജീവിതം സുഖകരമാവുകയില്ലല്ലോ. ആ സമയത്ത് അല്ലാഹു ഉടൻ തന്നെ പറയുന്നു, ഇന്നി ജാഇലുൻ അമലാ, അതിനാണ് ഞാൻ ആഗ്രഹങ്ങളെ പടച്ചത്, അതിനാണ് ഞാൻ ആഗ്രഹങ്ങളെ പടച്ചത്. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ ചിന്ത എന്താണ്? കല്യാണം കഴിക്കണം, 1 വർഷം കഴിഞ്ഞാൽ ഒരു കുട്ടിയുണ്ടാകും, 2-3 വർഷം കഴിഞ്ഞാൽ രണ്ടാമത്തെ കുട്ടിയുണ്ടാകും, 5 കൊല്ലം കഴിഞ്ഞാൽ 3-ാമത്തെ കുട്ടി ഉണ്ടാവും. ഉടനെ ഗൾഫിലേക്ക് പോയിട്ട് പെട്ടെന്നൊരു വീട് വെക്കണം, എന്നിട്ട് നന്നായിട്ട് ജീവിക്കണം. ഈ ആഗ്രഹമുള്ളത് കൊണ്ടാണ് അവന് കല്യാണം കഴിക്കുന്നത്, അതുകൊണ്ടാണ് പാസ്പോർട്ട് എടുക്കുന്നത്, അതുകൊണ്ടാണ് വിസയും ടിക്കറ്റും എടുത്തവന് വിദേശത്തേക്ക് പറന്നുയരുന്നത്. അതല്ല മരണം എപ്പോഴാണെന്നറിയില്ല, ഏത് നിമിഷവും ഞാൻ മരിക്കും. പിന്നെന്തിനാ കെട്ടുന്നത്, പിന്നെന്തിനാ പാസ്പോർട്ട് എടുക്കുന്നത്, പിന്നെന്തിനാ വിസ എടുക്കുന്നത്? അത് അല്ലാഹു അങ്ങ് മറപ്പിച്ച് കളയുന്നു, ആഗ്രഹങ്ങൾ കൊടുക്കുന്നു. അപ്പോഴവന് ജീവിക്കാൻ ഒരു സുഖം തോന്നുന്നു. അതുകൊണ്ടാണ് എപ്പോഴും റസൂലുള്ള ഒരു ബ്രേക്ക് വേണമെന്ന് പറഞ്ഞത്. ആ ബ്രേക്ക് ആരാണ്? ഈ ആഗ്രഹങ്ങളെയൊക്കെ മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. എന്ന് വെച്ചിട്ട് നിങ്ങൾ കയറി വീട്ടിലിരിക്കലല്ല, സന്തോഷത്തോടെ ജീവിക്കലാണ് വേണ്ടത്. സഹോദരങ്ങളെ, ഭൂമി ലോകത്ത് ജീവിച്ചിരുന്ന ആദം നബി മുതൽ ഇന്നലെ വരെയുള്ള പിതാക്കന്മാർ വരെയുള്ളവർ ഈ ഭൂമിയിലുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ അവരെല്ലാം മരിച്ച് വഴിമാറി തരികയാണ്. അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞത്, വൃദ്ധന്മാരൊരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ തന്നിൽ വൃദ്ധന്മാരൊരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ, ചത്തുകൾ വദീനേതും കാലനില്ല. കാലനില്ലാത്തത് കൊണ്ട് ആരും ചത്തില്ല. വൃദ്ധന്മാരൊരു കൂട്ടം. മുത്തച്ഛൻ ഒതുക്കന്റെ മുത്തച്ഛൻ ഇരിപ്പുണ്ട്, മുത്തച്ഛനവാനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. വീട്ടിലെല്ലാം മുത്തച്ഛന്മാരും ഉണ്ടെന്ന് ചിന്തിച്ചു നോക്കിയാൽ അങ്ങനെയുള്ള സംഭവം. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാപ്പാട 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 വാപ്പ, ഇംഗ്ലീഷ് അക്ഷരമാലത്തിൽ എല്ലാം ഉണ്ടാവും. ഇസഡ് പോലെ ഒന്ന് വളഞ്ഞ്, എസ് പോലെ ഒന്ന് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ ഉണ്ടാവില്ലേ? മരണം എന്നുള്ള സംഗതി ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സുബ്ഹാനല്ലാഹ്, എന്താ സംഭവിക്കുക? മരണം എന്ന് പറഞ്ഞ സംഗതി ഇല്ല. അതാണ് പറഞ്ഞത്, വൃദ്ധന്മാരൊരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ, ചത്തുകൊൽവതീനേതും കഴിവില്ല കാലനില്ല. മുത്തച്ഛൻ ഒതുക്കന്റെ
മുത്തച്ഛനിരിക്കുന്നു, മുത്തച്ഛനവാനുള്ള മുത്തച്ഛൻ മരിച്ചില്ല എന്ന് പറഞ്ഞാൽ മുത്തച്ഛന്മാരൊക്കെ ഇരിക്കുകയാണ്. ഇപ്പൊ ആരും മരിക്കാത്തത് കൊണ്ട് അള്ളാഹു മരണവും വെച്ചു, എന്നാൽ ജീവിതം റാഹത്താകാൻ വേണ്ടി ആഗ്രഹങ്ങളും തന്നു. ആ ആഗ്രഹങ്ങൾ കൂടിപ്പോയതാണ് നമ്മുടെ നാശത്തിന് കാരണം. ആ ആഗ്രഹങ്ങൾ കൂടിയത് എന്തുകൊണ്ടാ? ലുബ്ദ് വർദ്ധിച്ചതിന്റെ പേരിലാ. അതുകൊണ്ട് ഈ സമുദായത്തിന്റെ നാശം ലുബ്ദും ദുരാഗ്രഹങ്ങളും. ഈ സമുദായത്തിന്റെ മുൻഗാമികളുടെ മേന്മ പരിത്യാഗവും പരലോകത്തിന് പ്രാധാന്യവും ദൃഢമായ വിശ്വാസവും. അത് രണ്ടും അള്ളാഹു നമുക്ക് നൽകി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ലാസ്റ്റ് പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന ആത്മാർത്ഥമായ ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ പറഞ്ഞ സമയം ബന്ധിതമാണ്, സമയമായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ദുആ ചെയ്ത് പിരിയാം. കാര്യമായ രീതിയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം. ആരുടെ ദുആ ചെയ്യാൻ നമ്മൾ എന്ത് വേണം? എല്ലാവരും കാണുന്നവരോടൊക്കെ ദുആരക്കാൻ പറയണം. കാണുന്നവരോടൊക്കെ ദുആരക്കാൻ പറയണം. ഉംറയ്ക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഉമർ തങ്ങളെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ലാ തൻസാനി മിൻ ദുആയിക യാ ഉമർ. ഉമറേ, ഈ ദുആയിൽ എന്നെ വിട്ടുകളയല്ലേ ട്ടാ. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂല. അത് പെണ്ണുങ്ങളോടും നമുക്ക് പറയാം. ഫോൺ വിളിച്ചൊന്നും പറയണ്ട, പെണ്ണുങ്ങളോടും പറയാമെന്നാ പറഞ്ഞത്. ആ പെണ്ണായതുകൊണ്ട് നമുക്കത് അവർ ദ്വാരക്കൊന്നും വേണ്ട, ആണുങ്ങൾ മതി എന്നുള്ളതല്ല. മറിച്ച് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയോട് ഷാഫി ഇമാം തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയും, പോടാ പോയി ദ്വാരക്കാൻ പാടാ, എനിക്ക് അസ്വസ്ഥത കൂടുകയാണ്. ശിഷ്യൻ ഓടി ചെന്നിട്ട് പറയും, ഉസ്താദിന് തീരെ സുഖമില്ല. അവരിരുന്ന് ദ്വാരക്കും. ശിഷ്യൻ തിരിച്ചെത്തുമ്പോൾ ഉസ്താദിന്റെ രോഗം മാറും. ചരിത്രമാണ്. ഒരിക്കൽ ചെന്ന് എന്നിട്ട് പറഞ്ഞു, ഉസ്താദിന് തീരെ സുഖമില്ല, ദ്വാരക്കണം. വജ്ഹ് കാണാൻ സമയമായി എന്ന് പറഞ്ഞു. വജ്ഹ് കാണാൻ സമയമായി. തിരിച്ചു വന്ന് ശിഷ്യൻ പറഞ്ഞു, നോക്കുമ്പോൾ ഉസ്താദിന് അസുഖം മാറിയിട്ടില്ല. ഉസ്താദ് ചോദിച്ചു, എന്ത് പറഞ്ഞു? വജ്ഹ് കാണാൻ സമയമായി എന്ന് പറഞ്ഞു. ഷാഫി ഇമാം പറഞ്ഞു, മരിക്കാൻ സമയമായി എന്നതിന്റെ അർത്ഥം. ഒരു പെണ്ണ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ആണും പെണ്ണും വ്യത്യാസമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദുആ ചെയ്യാൻ എല്ലാവരോടും വസിയത്ത് ചെയ്യുക. അള്ളാഹു നമ്മൾ സാലിഹീങ്ങളുടെ ദുആയിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.